ഞാൻ ഇന്നതേ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കൊടുക്കുക അച്ഛനും മോനെന്ന് കരുതിയിട്ടാണ് ഇന്ന് വേഗം വന്നത്. അപ്പോൾ ദേ വന്ന് ഫ്രഷായി ഉടനടി തന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്ക് ഈ സംഭവത്തിന് അങ്ങോട്ട് വറുത്ത് കോരി എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മോനും ആണെങ്കിൽ ഇതേ ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ദേ വേഗം തന്നെ നമ്മൾ സംഭവത്തിന് ടേബിളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ കഴിക്കാൻ എടുത്തിപ്പോഴുണ്ടാ സുനിച്ചേട്ടൻ്റെ വായൊന്ന് നൈസായിട്ട് പൊള്ളിയേട്ടാ. ചൂടുണ്ടായിരുന്നു, നല്ല ചൂടോടുകൂടിയാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് കേട്ടാ. അപ്പോൾ സുതപ്പനാണെങ്കിൽ അത് വളരെ തന്ത്രപൂർവ്വം എടുത്ത് കഴിക്കുന്നതുകൊണ്ട് അവന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയണ്ട. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ചേട്ടാ എങ്ങനെയുണ്ട് സംഭവം എന്ന്. ഈ സമയത്താണ് അവിടെ ഇങ്ങനെ ചോദിക്കണേന്നൊക്കെയാണ് സുനിച്ചേട്ടൻ എന്നോട് ചോദിക്കണേ കേട്ടാ. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി അറിഞ്ഞം മുറിഞ്ഞം വേഗം തന്നെ അതെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ വണ്ടിക്കുട്ടനാണെങ്കിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ് മൂവാറ്റുപുഴയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന സഞ്ചി വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഫ്ലവർ മില്ലിൽ നിന്ന് കുറച്ച് പൊടികളൊക്കെ വാങ്ങിച്ചിട്ട് സുനിച്ചേട്ടൻ മൂവാറ്റുപുഴയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. മൂവാറ്റുപുഴയിൽ നമ്മുടെ അമ്പലത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഫ്ലവർ മില്ലിലെ പൊടികളൊക്കെ വെച്ചാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് സുനിച്ചേട്ടൻ പറയുന്നുണ്ട്, എടി ഇതു എൻ്റെ തല ചെറുതായെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ഹെൽമെറ്റ് എപ്പോഴും ലൂസായിട്ട് ഇങ്ങനെ കാറ്റത്ത് പറക്കോടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഹെൽമെറ്റ് തല ചെറുതായിട്ടൊന്നുമല്ല, ഹെൽമെറ്റിൻ്റെ ബെൽറ്റ് ലൂസായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സെറ്റ് ചെയ്യാം, അതൊക്കെ നീ വാങ്ങിക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഡബിൾ ഓക്കെ, ഞാൻ മേടിച്ച് തന്നിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ സുധു ആണെങ്കിൽ സുനിച്ചേട്ടൻ പോണത് ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. ചേട്ടൻ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഇവിടെ വീട്ടിൽ ആളും ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സൈലൻ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ എന്നാലും 2 ദിവസം കഴിഞ്ഞ് വരുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സുനിച്ചേട്ടനെ വിട്ടുട്ടാ.